പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ചരിത്രപരമായ ഭൂരിപക്ഷം 1,14,000 വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ശ്രീ ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് വിജയിച്ചത്. ഇത്രയും വലിയൊരു ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് ഏറ്റവും നിർണായകമായി മാറിയത് പ്രവാസികളുടെ നിസ്തുലമായ പിന്തുണയായിരുന്നു. 10,000-കണക്കിന് മനുഷ്യർ വടകരയിലും നാദാപുരത്തും കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും കൂത്തുപറമ്പിലും തലശ്ശേരിയിലുമെല്ലാം വിമാനമിറങ്ങി ഷാഫി പറമ്പിലിന് വേണ്ടി വോട്ട് ചെയ്തെങ്കിൽ ആ ഓരോ വോട്ടുകൾക്കും പകരമായിട്ട് പ്രവാസികളുടെ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമായിരുന്നു പ്രവാസികളെങ്കിൽ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കയിൽ, UK-യിൽ, കാനഡയിൽ, ഓസ്ട്രേലിയയിൽ, വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ എമ്പാടും ഗൾഫിലടക്കം ലക്ഷക്കണക്കിന് മനുഷ്യരാണ് പ്രവാസികളായിട്ട് ജോലി ചെയ്യുന്നത്. അവരെ ഊറ്റിപ്പിഴിയുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരും വിമാന കമ്പനികളും ഓരോ കാലത്തും സ്വീകരിച്ചു പോരുന്നത്. അവരുടെ ന്യായമായ അവകാശങ്ങൾ പോലും ഹനിക്കുന്ന നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ശ്രീ ഷാഫി പറമ്പിൽ. ഏറ്റവും ഒടുവിൽ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി നേരിട്ട് പോയി സന്ദർശിക്കുകയും അവിടെയുള്ള ഇന്ത്യൻ അംബാസിഡർ വിനോദ് ജേക്കബുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ട് പ്രവാസികളുടെ നിരവധിയാർന്ന പ്രശ്നങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് ന്യായമായ അടിയന്തരമായ പരിഹാരം കാണുന്നതിനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനു മുമ്പ് നിരവധി ഇന്ത്യൻ എംബസികളിൽ നേരിട്ടെത്തുകയും ഈ ചുരുങ്ങിയ കാല പരിധിക്കുള്ളിൽ തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ, പ്രവാസികളുടെ നീറുന്ന പ്രശ്നങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. പ്രവാസികളുടെ യാത്രാക്കൂലി സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രവാസികളുടെ പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാലയളവ് ദൈർഘ്യം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മരണപ്പെടുന്ന പ്രവാസികളുടെ ഡെഡ് ബോഡി ഇവിടെ ക്ലിയറൻസ് ലഭിക്കുന്നതിനുള്ള കാലതാമസം, അതുപോലെ തന്നെ പാസ്പോർട്ട് പണയം വെച്ചുകൊണ്ട് വലിയ പണമെടുത്തിട്ടുള്ള കുടുങ്ങിപ്പോയ പാവപ്പെട്ട പ്രവാസികളുടെ പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ അനവധിയായിട്ടുള്ള സങ്കീർണമായ പ്രശ്നങ്ങളുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസികളിൽ നേരിട്ടെത്തി അവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ഉടനീളം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാഫിയുടെ ഈ പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും ഏതൊരു ജനപ്രതിനിധിയും ചെയ്യാവുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഈ പ്രവർത്തനത്തെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യമല്ല. കാരണം നമ്മുടെ പ്രവാസികളുടെ പണം, അവരുടെ വിദേശ നിക്ഷേപം ഈ രാജ്യത്തേക്ക് വരുന്നത് കൊണ്ടാണ്. അവർക്ക് ലഭിക്കുന്ന ശമ്പളം, അവിടെ ഉണ്ടാക്കുന്ന പണം അവർ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ ഫണ്ടുമായി നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള ഫണ്ടാണ് നമുക്ക് വരുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്ക് ഈ പ്രവാസികളുടെ നിക്ഷേപം, പ്രവാസികൾ ഓരോ മാസവും നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്ന പണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പൂർണമായ വികസനത്തിന് ഏറ്റവും പങ്കാളിത്തം വഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൻ്റെ ബജറ്റിനേക്കാൾ കൂടുതലാണ് ഓരോ കൊല്ലവും പ്രവാസികൾ കേരളത്തിലേക്ക് അയക്കുന്ന തുക. ഇത്തരത്തിൽ പ്രവാസ ലോകം നമുക്ക് അനുഗ്രഹീതമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ശ്രീ ഷാഫി പറമ്പിൽ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ശ്രീ ഷാഫി പറമ്പിലിൻ്റെ ഈ പ്രവർത്തനങ്ങളെ വളരെ മഹനീയമായ പ്രവർത്തനവും മാതൃകാപരമായ പ്രവർത്തനവുമാണ്. ഒരു MP എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും 24 മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വടകരയുടെ സമ്പൂർണമായ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കണ്ടുകൊണ്ട്, ജാതി മത ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ അംഗീകാരം പിടിച്ചു പറ്റുന്ന ഒരു ജനപ്രതിനിധിയാണ് ശ്രീ ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിൻ്റെ ഈ പരിശ്രമങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു.